ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിപ്റ്റോ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ സംഭവ ബഹുലമാണ്. എപ്പോഴും എന്തെങ്കിലും ഒരു രീതിയിൽ എവിടെയെങ്കിലും ഒക്കെ ഒരു കേസ് പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ട് എന്തെങ്കിലും ഒക്കെ ദിവസങ്ങൾ ഒരാഴ്ചയിൽ എന്തെങ്കിലും ഒരു കേസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പം ഇന്ന് മാർക്കറ്റിലെ ക്രിപ്റ്റോ മാർക്കറ്റിലെ മൊത്തത്തിലുള്ള ഒരു ഹോട്ട് ടോപ്പിക് അല്ലെങ്കിൽ ഹോട്ട് ന്യൂസ് എന്ന് പറയുന്നത് ടെലിഗ്രാം ഫൗണ്ടറിനെ കുറിച്ചിട്ടാണ്. ടെലിഗ്രാം ഫൗണ്ടർ പാവൽ ഡുറോവ് അറസ്റ്റഡ് ഇൻ ഫ്രാൻസ് ഓവർ ക്രിമിനൽ ആക്ടിവിറ്റി അലിഗേഷൻസ്. ഫ്രാൻസിൽ വന്ന് ഇറങ്ങിയപ്പം എയർപോർട്ടിൽ നിന്ന് പുള്ളിക്കാരനെ അറസ്റ്റ് ചെയ്തു, 20 വർഷത്തേക്ക് ജയിൽ സെന്റൻസ് ചെയ്തിട്ടുള്ള എന്നുള്ള ന്യൂസൊക്കെയാണ് വരുന്നത്. സോ ഇതുകൊണ്ട് എന്താണ് ഇപ്പോൾ നമുക്ക് ക്രിപ്റ്റോയിൽ ഇത്ര ഇമ്പോർട്ടൻ്റ് എല്ലാവർക്കും അറിയാൻ പറ്റും. കാരണം കുറച്ച് ദിവസങ്ങളായി അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ട് ടെലിഗ്രാം പ്രൊജക്ട്സിന്റെ ഒരു വിപ്ലവം തന്നെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. നമ്മൾ ഹാംസ്റ്റർ കോമ്പാക്ട്, നോട്ട് കോയിൻ, അവിടെ നിന്ന് ഇപ്പോൾ ലാസ്റ്റ് വന്നിട്ടുള്ള ഡോക്സ് എന്ന് പറഞ്ഞിട്ടുള്ള കോയിൻ വരെ ടെലിഗ്രാമിനകത്ത് ഒരുപാട്, ടെലിഗ്രാം ബ്ലോക്ക് ചെയിൻ ആയിട്ടുള്ള ടോണിനകത്ത് ഒരുപാട് പ്രൊജക്ട്സ് വരുന്നത് നമ്മൾ കണ്ടിരുന്നു. സോ ഈ ഒരു അറസ്റ്റ് വന്നു എന്നുള്ള ന്യൂസ് വന്നതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാം ടോൺ എന്ന് പറഞ്ഞിട്ടുള്ള ടോക്കൺ ഏകദേശം നല്ല രീതിയിൽ ഏകദേശം 6.7 റേഞ്ചിൽ നിന്ന് ഇപ്പം 5 അതായത് $1.5 $1.6 താഴ്ത്തിക്ക് ഏകദേശം പറയുന്നത് 33-40% നല്ല രീതിയിൽ 17% ഡംപ് വന്നു എന്നാണ് പറയുന്നത്. സോ അത് അതിനുശേഷം വീണ്ടും ഡംപ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഇത് എന്തിനാണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ന്യൂസിൽ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നത് ഫ്രഞ്ച് അതോറിറ്റീസ് ആയിട്ട് ഇഷ്യൂഡ് ആൻ അറസ്റ്റ് വാറണ്ട്. പുള്ളിക്കെതിരെ അറസ്റ്റ് വാറണ്ട് എന്തിനാണ് കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാട്സപ്പിനകത്തൊക്കെ നിങ്ങൾ മെസ്സേജ് അയക്കുമ്പോൾ കാണാം എൻക്രിപ്റ്റഡ് ആയിരിക്കും. കാരണം എന്താണ് ഒരു ലിമിറ്റ്സ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അവർ യൂട്യൂബ് ആണെങ്കിലും പറ്റാത്ത ന്യൂസസ് ഒക്കെ ആണെങ്കിൽ അവർ റിമൂവ് ചെയ്യും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഭയങ്കരമായിട്ട് പ്രൈവസിക്ക് ഇതാണെങ്കിൽ കൂടി എഗെയിൻസ്റ്റ് ആയിട്ട് എന്തെങ്കിലും പറയുമ്പോഴോ എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ അതിൽ കൂടുതൽ സാധനം ഈ പറഞ്ഞതിലൂടെ നമ്മൾ ടെലിഗ്രാം വാട്സപ്പിലൂടെ ആണെങ്കിലും യൂട്യൂബിലൂടെ ആണെങ്കിലും നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർ തന്നെ അത് റിമൂവ് ചെയ്യും. പക്ഷേ ടെലിഗ്രാമിനകത്ത് അങ്ങനത്തെ ഒരു സംഭവം ഇതുവരെയില്ല. കറക്റ്റായിട്ട് പ്രോപ്പർ മോഡറേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ പല രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ഇപ്പോൾ ടെലിഗ്രാമിലൂടെയാണ് നടക്കുന്നത് എന്നാണ് പറയണത്. പക്ഷേ പുള്ളിക്കാരൻ ഇത് മുൻപ് പറഞ്ഞത് ഫ്രീഡം ഓഫ് സ്പീച്ച് എന്നുള്ള രീതിയിലേക്കാണ് കൺസിഡർ ചെയ്തേക്കുന്നത്. കാരണം എല്ലാ ആൾക്കാർക്കും സംസാരിക്കാനുള്ള ഇതുണ്ട്, ലോകത്തെ എല്ലാവർക്കും അതിനുള്ളതുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ടെലിഗ്രാം എന്നുള്ള രീതിയിലാണ് മുന്നത്തെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നത്. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ക്രിമിനൽ ആക്ടിവിറ്റീസ് ഇങ്ങനെ നിയന്ത്രിക്കാനോ മോഡറേറ്റ് ചെയ്യാനോ ആളില്ലാത്തതുകൊണ്ട് തന്നെ ടെലിഗ്രാം എന്ന് പറഞ്ഞിട്ടുള്ള ആപ്പിലൂടെ ഒരുപാട് ക്രിമിനൽ ആക്ടിവിറ്റീസ് നടക്കുന്നു എന്നുള്ള രീതിയിലാണ് കേസ് വന്നേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഫൗണ്ടറായ പുള്ളിയാണ് അറസ്റ്റ് ചെയ്തേക്കുന്നത്. അത് പറയുന്നത് ഇവിടെ കാണുമ്പം The charges he faced include complicity in drug trafficking, crimes against children and fraud. പറ്റിപ്പ് നമുക്കറിയാം, ടെലിഗ്രാമിലൂടെ ഒരുപാട് തട്ടിപ്പ് നടക്കുന്നുണ്ട്, സ്കാമേഴ്സ് വരുന്നുണ്ട്, നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും, ഇതൊക്കെ ഒരുപാട് ന്യൂസസ് ഉണ്ടായിട്ടും ഇതിനകത്ത് സ്ട്രിക്റ്റ് ആയിട്ട് ഒരു മോഡറേഷൻസിന്റെ പരിപാടി അങ്ങനെ സംഭവങ്ങളൊന്നും പ്രോപ്പറായിട്ട് അവർ നോക്കുന്നില്ല എന്നുള്ള രീതിയിലേക്കാണ് പറയണത്. അത് മാത്രമല്ല, വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം, പൊളിറ്റിക്കലി കൂടി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടാണ് പറഞ്ഞത്. പുള്ളി പറയണത് പുള്ളി ഒരു റഷ്യൻ പൗരനാണെന്നുള്ള രീതിയിലാണ് പറയണത്. പുള്ളിയുടെ ഈ റഷ്യ യുക്രൈൻ വാറിനകത്ത് റഷ്യക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ബിക്കം എ ക്രൂഷ്യൽ പ്ലാറ്റ്ഫോം ഫോർ ഷെയറിംഗ് ഇൻഫർമേഷൻ അബൌട്ട് ദ വാർ ഇൻ യുക്രൈൻ വിത്ത് റിപ്പോർട്ട്സ് ഇൻഡിക്കേറ്റിംഗ് ദറ്റ് റഷ്യൻ മിലിറ്ററി ഓൾസോ യൂസസ് ഇറ്റ് ഫോർ കമ്മ്യൂണിക്കേഷൻ. കാരണം വേറെ ഏതിലൂടെ പോകുമ്പോഴും ട്രാക്ക് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ ടെലിഗ്രാം ഇവരുടേതായ അണ്ടറിലാണുള്ള വരുന്നത്. സോ ഈ ഒരു ആപ്പ് വഴി ഇതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് കമ്മ്യൂണിക്കേഷൻസ് മിലിറ്ററീസ് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ഭയങ്കരമായിട്ട് എഗെയിൻസ്റ്റ് ആണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഫ്രാൻസിനകത്ത് ഇപ്പം ഭരണത്തിന്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അത് വേറെ, അത് എനിക്കതിന് സംസാരിക്കാൻ താല്പര്യമില്ല. ബട്ട് പൊളിറ്റിക്കലി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടും ഭരണത്തിനെതിരെ ഒരുപാട് പേര് ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഈ അറസ്റ്റ് വേണ്ടി ഒരുപാട് പേരുണ്ട്. ക്രിപ്റ്റോ കമ്മ്യൂണിറ്റി മൊത്തം പുള്ളിയെ ഫ്രീ ചെയ്യണം എന്നുള്ള രീതിയിൽ ഭയങ്കരമായ ഹാഷ്ടാഗ്സ് ഒക്കെ ട്രെൻഡിങ് ആണ്. ഇതുകൊണ്ട് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ടോൺ കോയിൻ ഒബ്വിയസ്ലി നല്ല രീതിയിൽ ഡംപ് ആയിട്ടുണ്ടായിരുന്നു. ഈ ടോൺ കോയിൻ്റെ ഒപ്പം വേറൊരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ടോൺ എന്നുള്ളത് ബ്ലോക്ക് ചെയിൻ ആണ്. ഇതിന്റെ മേത്താണ് ഇപ്പോൾ ഒരുപാട് പ്രൊജക്ട്സ് വരുന്നത്. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് പറഞ്ഞ ഡോക്സ് വരെ ഇതിനകത്താണ് വരുന്നത്. സോ ഇതിന്റെയൊക്കെ പ്രൈസിനും ഇതിനകത്ത് വരുന്ന ഡെവലപ്മെന്റ്സിനും എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുമോ എന്നുള്ളത് നമുക്ക് കണ്ടുകൊണ്ട് അറിയണം. പക്ഷേ ഒരു അഡ്വാൻറ്റേജും ഉണ്ട്, ഡിസഡ്വാൻറ്റേജും ഉണ്ട്. ഡിസഡ്വാൻറ്റേജ് ആദ്യം പറയാം. കാരണം ഓഫ്കോഴ്സ് ഇത് അറസ്റ്റ് ഇങ്ങനെ തന്നെയാണ്, ഭയങ്കര സീരിയസ് ആയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇതിന് മറ്റുള്ള പ്രൊജക്ട്സിന്റെ മേത്തുള്ള ഡെവലപ്മെന്റ്സ് എത്രത്തോളം കൊണ്ടുവരാൻ കഴിയുമെന്നറിയില്ല. സോ അല്ലെങ്കിൽ ഇത് വേറെ ആരെങ്കിലും ഓവർടേക്ക് ചെയ്യണം. ഈ ഒരു സിഇഒന്റെ പൊസിഷൻ വേറെ ആരെങ്കിലും ഓവർടേക്ക് ചെയ്തിട്ട് പുള്ളി മെയിൻറ്റെയിൻ ചെയ്താലും മതി. അതിനൊക്കെ സമയം എടുക്കും. സോ അതുവരെ ഇപ്പം അൺസർട്ടനിറ്റിയാണ്, എന്താണ് സംഭവിക്കുക എന്ന് ആൾക്കാർക്ക് അറിയാത്തതുകൊണ്ട് തന്നെ ആ രീതിയിലുള്ള പ്രൊജക്ട്സ് ഒക്കെ ചിലപ്പം നല്ല രീതിയിൽ ഡംപ് ആവാനുള്ള സാധ്യതകൾ നമ്മൾ കാണുന്നുണ്ട്. ഒരു ലോങ് ടേം ഇപ്പം കുറേ പേര് ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം ഇത് ഇൻവെസ്റ്റ് ചെയ്യാൻ ഈ പറഞ്ഞ പ്രൊജക്ട്സ് കറക്ഷൻ വരുന്ന സമയത്ത് ഈ ക്രിപ്റ്റോ റിലേറ്റഡ്, ടെലിഗ്രാം റിലേറ്റഡ് പ്രൊജക്ട്സ് എല്ലാം ഇൻവെസ്റ്റ് ചെയ്യാണ്. കാരണം അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത്, ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് ഓപ്പൺ ഇൻട്രസ്റ്റ്, ടോൺ കോയിൻ ഓപ്പൺ ഇൻട്രസ്റ്റ് സർജസ് 32%. അതായത് ടോൺ കോയിൻ്റെ ഈ ഒരു സംഭവം വന്നപ്പോൾ തന്നെ ഇത്രയും വലിയൊരു കറക്ഷൻ വന്നു. 32%ഓളം ആൾക്കാർക്ക് അത് വാങ്ങാനുള്ള ഇൻട്രസ്റ്റ് വന്നു എന്നാണ് പറയുന്നത്. കാരണം ഇതൊരു ഡംപാണ്, ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണെന്ന് മനസ്സിലാക്കിയിട്ട് ഒരുപാട് പേര് ബൈ ചെയ്യാനുള്ള ഇൻട്രസ്റ്റ് കാണിക്കുന്നു എന്നാണ് പറയുന്നത്. നോക്കുമ്പോൾ ജസ്റ്റ് അവേഴ്സ് ആഫ്റ്റർ ദ റിപ്പോർട്ട്സ് എമേർജ്ഡ്, ടോൺ കോയിൻസ് ഓപ്പൺ ഇൻട്രസ്റ്റ് സർജ് 32%. അതായത് 303.9 മില്യൺ അത്രത്തോളം ഇൻട്രസ്റ്റ് ഇതിനകത്ത് കയറി എന്നാണ് പറഞ്ഞത്. ഈ ഒരു ഇതിനകത്ത് വീണ്ടും ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള ഓപ്പൺ ഇൻട്രസ്റ്റ് ഉദ്ദേശിക്കുന്നത് അതാണ്.
ഇവിടെ നമുക്ക് കാണാം ടോൺ കോയിൻ സ്പ്രിംഗ് ഷാർപ്ലി ഡിക്ലൈൻ ഫോളോയിങ് ദി ന്യൂസ് ആൻഡ് ഫ്യൂച്ചർ ട്രേഡേഴ്സ് സോ ഇറ്റ് ആസ് ആൻ ഓപ്പർച്യൂണിറ്റി വിത്ത് ഓപ്പൺ ഇൻട്രസ്റ്റ് സർജിങ് 32%. കാരണം ഏതൊരു ഷോർട്ട് ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ അക്കോമഡേറ്റ് ചെയ്യാനോ അങ്ങനെ എന്തിനും വേണ്ടിയിട്ട് ഫ്യൂച്ചർ ട്രേഡേഴ്സ് മെയിൻലി ഇതിലേക്ക് ഈ ഒരു ഭയങ്കരമായിട്ട് വോളറ്റൈൽ ആകുമ്പം പ്രൊഫഷണൽ ട്രേഡേഴ്സ് മെയിൻലി വോളറ്റൈൽ ആയിട്ടുള്ള സ്റ്റോക്സിലെല്ലാം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. സോ അതിലേക്ക് ഒരുപാട് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നു എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് ഇതൊരു അവസരമായിട്ട് കാണുന്നുണ്ട്. കാരണം കമ്മ്യൂണിറ്റി ഭയങ്കര സ്ട്രോങ് ആണ്. എൻ്റെ ക്രിപ്റ്റോ കമ്മ്യൂണിറ്റി ഈവൻ എലോൺ മസ്ക് വരെ ഈ പറഞ്ഞ പാവലിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് ട്വീറ്റ് ചെയ്തേക്കുന്നത്. ഫ്രീഡം ഓഫ് സ്പീച്ച് എല്ലാവർക്കും വേണമെന്ന് പറഞ്ഞു. പാവൽ എന്താ വെച്ചാൽ പണ്ട് എലോൺ മസ്ക് ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. എലോൺ മസ്കിനെ സപ്പോർട്ട് ചെയ്തിട്ട് ട്വിറ്റർ എക്സിനകത്ത് കൊണ്ടുവരുന്ന മാറ്റങ്ങൾ നല്ലതാണ്, അതുപോലെ ഫ്രീഡം ഓഫ് സ്പീച്ച് എന്നുള്ള സംഭവം എല്ലാവർക്കും വേണം, എല്ലാം എൻക്രിപ്റ്റഡ് ആവരുത്, അങ്ങനെ രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അറസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ അവർ പറയുന്ന കേസ് കുറച്ച് ശരിയാണ്. പക്ഷെ നമ്മുടെ നാട്ടിൽ ഫ്രീഡം ഓഫ് സ്പീച്ച് ഇല്ല. മൊത്തത്തിൽ യൂട്യൂബ് ആണെങ്കിലും എല്ലാം ആണെങ്കിലും ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ അയക്കുമ്പം അത് മറ്റുള്ളവർ മോഡറേറ്റ് ചെയ്യണം എന്നുള്ളത് പറയുന്നുണ്ട്. ഇല്ലീഗൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ചെയ്യുന്നു എന്ന് പറയുന്നത് ഒരു ലിമിറ്റ് വരെ ശരിയായിരിക്കാം. നമുക്ക് തന്നെ അറിയാം ക്രിപ്റ്റോയിൽ തന്നെ ഒരുപാട് സ്കാംസ് ഇതിനകത്ത് വരുന്നുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, എന്ത് വേണമെങ്കിലും ആർക്കും വേണമെങ്കിലും ചെയ്യാന്നുള്ള രീതിയിലേക്കാണ് വരുന്നത്. അതൊന്നും ശരിയാണ്. പക്ഷെ അറ്റ് ദ സെയിം ടൈം ഇതിപ്പോൾ എങ്ങനെയാണ് നമുക്ക് സമ്മിശ്രമായിട്ട് അഭിപ്രായം ഇതിൽ പറയാൻ പറ്റുള്ളൂ. കുറച്ചൊക്കെ കാര്യം ശരിയാണ്, പക്ഷെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. അത് മെയിൻലി പൊളിറ്റിക്കലിൻ്റെ പരിപാടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും പ്രൊജക്ട് നല്ല ദമ്പായിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പോസിറ്റീവ് വശങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാം. കാരണം ഈ ഒരു അറസ്റ്റ് വന്നപ്പോൾ തന്നെയാണ് നമുക്ക് മനസ്സിലായത് ഇതിന് ഈ ഒരു പ്രൊജക്റ്റിനും ഈ ഒരു ബ്ലോക്ക് ചെയിനകത്ത് വരുന്ന പ്രൊജക്റ്റിനും എത്രത്തോളം കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഉണ്ടെന്നുള്ളത്. നമുക്കറിയാം എപ്പോഴും കമ്മ്യൂണിറ്റി സപ്പോർട്ടുള്ള പ്രൊജക്റ്റ് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യും. സോ ഇൻ കേസ് ഈ ഒരു കേസ് കുഴപ്പമില്ലാണ്ട് എല്ലാം ഓക്കെ ആയി വന്നു കഴിഞ്ഞാൽ യു ക്യാൻ ഡെഫിനറ്റ്ലി സീ എ ഗുഡ് ജമ്പ് ഇൻ ക്രിപ്റ്റോ പ്രൊജക്ട്സ്, എസ്പെഷ്യലി ടോൺ ബ്ലോക്ക് ചെയിനുള്ള പ്രൊജക്റ്റ് നല്ല രീതിയിലൊരു മുന്നേറ്റം നിങ്ങൾക്ക് കാണാൻ കഴിയും. കാരണം അൺസർട്ടിനിറ്റി ഉള്ളതുകൊണ്ട് ചെറിയ രീതിയിൽ കറക്ഷൻ വരുമെങ്കിലും ഇത്രയും പേര് കമ്മ്യൂണിറ്റി സ്ട്രോങ് ആയിരിക്കുന്നുണ്ട്. ഷിബാവിനെ നമ്മൾ കണ്ടതാണ്, കമ്മ്യൂണിറ്റി മാത്രം വെച്ച് ഭയങ്കരമായിട്ട് ഡ്രിവൺ ചെയ്താണ് പിന്നീട് അതിലേക്ക് ഡെവലപ്മെന്റ്സ് കൊണ്ടുവന്നു. സോ കമ്മ്യൂണിറ്റി ഏറ്റെടുക്കും, കമ്മ്യൂണിറ്റി അത്രയും ആൾക്കാർ നോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹാംസ്റ്റർ മുതൽ ഡോക്സ് വരെയുള്ള എല്ലാ പ്രൊജക്ട്സിനും കമ്മ്യൂണിറ്റി സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ ക്രിപ്റ്റോയിൽ ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് കമ്മ്യൂണിറ്റി സപ്പോർട്ട്. സോ അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ല രീതിയിലൊരു കയറ്റം നമുക്ക് കാണാനും സാധിക്കും. ഹോപ്പ്ഫുള്ളി ലൈക്ക് എൻ്റെ ക്രിപ്റ്റോ കമ്മ്യൂണിറ്റി ഇതിന് എഗെയിൻസ്റ്റ് പറയുന്നത് കൊണ്ട് തന്നെ ഇതിലെന്തെങ്കിലും സ്വാഭാവികമായിട്ട് എന്തെങ്കിലും കുറവ് വരുത്തും. 20 വർഷം എന്നൊക്കെയുള്ള സെൻറ്റൻസ് ഒക്കെ കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരിക്കും. ഇല്ല എന്തായാലും ടോൺ ബ്ലോക്ക് ചെയിൻ വെറുതെ വിടില്ല. ഈ ഒരു കറക്ഷൻ പല ആൾക്കാരും ഓപ്പർച്യൂണിറ്റി ആയിട്ട് കൺസിഡർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്താണ് ചെയ്യണത്? നിങ്ങളിപ്പോൾ ഇത് വാങ്ങുകയാണോ അതോ ഉള്ളത് നിങ്ങളുടെ കുറച്ച് പ്രോഫിറ്റബിൾ ആണെങ്കിൽ വിൽക്കുകയാണോ, എന്താ ചെയ്യണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ ഇതൊരു ക്വിക്ക് അപ്ഡേറ്റ് ആയിരുന്നു ടോണിനെ പറ്റിയിട്ട്. ഇന്ന് മൊത്തം ക്രിപ്റ്റോ ട്വിറ്ററിനകത്ത് നോക്കുകയാണെങ്കിൽ ഫുള്ള് വരുന്നൊരു അപ്ഡേറ്റ് ഈ ഒരു ന്യൂസിനെ പറ്റിയിട്ടായിരിക്കും. സോ അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു വീഡിയോ ചെയ്തതാണ്. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.